കവിത ചൊല്ലുമോ സാർ? ചേരും. രണ്ടുപേരി കവിത. പിന്നെന്താ, ആശാന്റെ ഏറ്റവും അവസാനം എഴുതിയ കവിത ഇതാണ്, കരുണയാണ്. അനുപമാ കൃപനീതി അഖില ബാണ്ഡവൻ ശാക്യ ജിനദേവൻ ധർമാരശ്മി ചുരിയും നാളിൽ ഉത്തരമാധുരാപൂരി ഉത്തര രോമാഞ്ചത്തിലുള്ള വിസ്തൃത രാജാവിധീതൻ കിഴക്കരികിൽ കാളിമാ കാളും നമസ്സേ ഉമവയ്ക്കും വൺമാനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞവാതിയിലാകുന്ന അകത്താളിരുന്നാൽ കാണാം ചെറു മതിലിനുള്ളിൽ. വാസവദത്തെ അവതരിപ്പിക്കുന്നതാണ് കരുണയിലൂടെ ആശാൻ. മറ്റ് ചണ്ടാലവേഷ്ടിയിൽ അപ്പോഴുതങ്ങൊരു പെൺകോടിയാം ചെറു ചെപ്പുകൂടാമൊന്നരയ്ക്കുമേലിൽ അഞ്ചീതമായി വള മിന്നുമീടങ്കര പിഞ്ചുലേത കൊണ്ടു ചുറ്റിച്ചേർത്തും വീശും വാലങ്കര വള്ളിയാൽ പാളയും പാശവും ലീലയാം തൂക്കിക്കൊണ്ടും ചെറ്റുകുനിഞ്ഞു അലഞ്ചഞ്ഞ ഭൂമിയെ ചുറ്റി മറച്ചുതം കാന്തി തേടും ലോലപ്പൂം പാദസ്വരത്തിലെ കിങ്ങിണി ജാലം കിലുങ്ങി മുഴങ്ങുമാറ് മന്ദാമാടുത്തുള്ളോരൂരിൽ നിന്നോ മലർ വന്നണയും നീ വഴിക്കിണറ്റിൽ. എന്നുവെച്ചാൽ ചണ്ടാലവീഷ്ടിയിൽ മാതങ്കി, പിന്നോക്കക്കാരിയെ മാതങ്കി വെള്ളം കോരാൻ വരുന്ന ഭാഗം ആശാൻ അവതരിപ്പിക്കുന്നതാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗം ദാഹിക്കുന്നു ഭഗിനി കൃപാരസാമോഹനം കുളിർത്തണ്ണീരിതാശുനി ഓമലേ തരൂതല്ലെന്നതു കേട്ടൊര മനോഹരി അമ്പരന്നോതിനാൾ അല്ലല്ല കഥ ഇരു കഷ്ടമേ അല്ലലാലങ്ങും ജാതി മറന്നിതു നിജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ കോപമേലരുതേ പാപമാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ ജാരി ചോദിക്കുന്നില്ല സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ ഭീതി വേണ്ട തരികനിക്കു നീ എന്ത് ദാഹജലം.